ശരി, ഇനി എടുക്കേണ്ട ഹദീസ് കിതാബുൽ ഇത്ഖ് മുതലാണ് തുടങ്ങേണ്ടത്. ഇത്ഖ് നമ്മൾ നേരത്തെ കുറച്ച് എടുത്തിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എടുക്കേണ്ടത് കിതാബുൽ ഇത്ഖിലെ 3397 ഹദീസാണ് അല്ലേ. നമ്മൾ എടുത്തിരുന്ന 3396 ഹദീസ് എടുത്തിരുന്നത്. 3397 ഹദീസ് മുതലാണ് ഇനി എടുക്കേണ്ടത്. ശ്രദ്ധിക്കുക. കിതാബുൽ ഇത്ഖിലെ 3397 ഹദീസ്. വൻ അബിൽ മലീഹി അൻ അബീഹി അന്ന റജുലൻ, ബഹുമാനപ്പെട്ട അബൂ മലീഹ് എന്നവരെ തൊട്ട് റിപ്പോർട്ട്, അദ്ദേഹം തൻ്റെ പിതാവിനെ തൊട്ട്. എന്താണ് സംഭവം? അന്ന റജുലൻ, ഒരു മനുഷ്യൻ, അഴ്ത്തക്ക, ആ മനുഷ്യൻ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ചു, ഷഖ്സൻ ലഹു, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം, അദ്ദേഹത്തിനുള്ള വിഹിതം, മിൻ ഗുലാബിൻ, ഒരു അടിമയുടെ. ഒരു അടിമ ഒന്നിലധികം ആളുകൾക്കുള്ളതായിരുന്നു. പക്ഷേ അതിലൊരാൾ എന്ത് ചെയ്തു? ഒരു അടിമയുടെ അദ്ദേഹത്തിനുള്ള വിഹിതത്തെ അദ്ദേഹം മോചിപ്പിച്ചു. ഫദക്കറ ദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിവരം അദ്ദേഹം പറഞ്ഞു. ഫഖാല, അപ്പം നബി തങ്ങൾ ചോദിച്ചു, ലൈസ ലില്ലാഹി ശരീക്കുൻ, അള്ളാഹുവിന് പങ്കാളികളില്ല. ഫജാസ ഇത്ഖഹു, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇത്ഖിന് അനുവദിച്ചു കൊടുത്തു. ആ ഇത്ഖ് ശരിയാണ് എന്ന് പറഞ്ഞു എന്ന് റവാഹു അബൂ ദാവൂദ്. അപ്പോൾ ഒന്നിലധികം ആളുകൾ പങ്കുചേർന്നാണ് ഒരു അടിമയുള്ളത് എങ്കിൽ അതിൽ ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ ഒരു ഭാഗം മോചിപ്പിക്കാം എന്നർത്ഥം. റവാഹു അബൂ ദാവൂദ്. വൻ സഫീന റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, ഖാല വ മൗല റസൂലില്ലാ വഖീല മൗല ഉമ്മു സലമ സൗജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തആല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഫീരത്ത് എന്നവർ, കാല, അദ്ദേഹം പറഞ്ഞു, കുന്തു, ഞാനായിരുന്നു മംലൂക്കൻ, ഒരു അടിമയായിരുന്നു, ഉമ്മു സലമ ബീവിയുടെ. ഫക്കാലത്ത്, അപ്പോൾ ഉമ്മു സലമ ബീവി പറഞ്ഞു, നബി തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ, അഴത്തക്കത്തുക്ക, ഞാൻ നിന്നെ മോചിപ്പിക്കുന്നു. വസ്തർത്തു അലൈക്ക, നിൻ്റെ മേൽ ഞാൻ എന്ത് ചെയ്യുന്നു? വസ്തർത്തു അലൈക്ക, നിൻ്റെ മേൽ ഞാൻ നിബന്ധന വെക്കുകയും ചെയ്യുന്നു. അൻ തഖദിമ റസൂലല്ലാഹ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ സേവനം ചെയ്യണമെന്ന്. മാ ഇഷ്ത, നീ നിൻ്റെ ജീവിതകാലം മുഴുവനും. ഫഖുൽത്തു, അപ്പോൾ അദ്ദേഹം പറയാണ്, പറഞ്ഞു, അദ്ദേഹം പറയാണ്, ഫഖുൽത്തു, ഞാൻ പറഞ്ഞു, ഇല്ലം തഷ്തരിത്തി അലയ്യ, എൻ്റെ മേൽ താങ്കൾ ഉമ്മു സലമ ബീവി അവർകൾ നിബന്ധന വച്ചില്ലെങ്കിൽ പോലും, മാ ഫാറഖ്തു റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി തങ്ങളുമായിട്ട് വിട്ടുപോവുകയില്ല, മാ ഇഷ്ടം, ഞാൻ ജീവിക്കുന്ന കാലം അത്രയും. നിങ്ങൾ എന്നോട് നിബന്ധന വച്ചില്ലെങ്കിൽ പോലും റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഞാൻ എന്താവുകയില്ല, വിട്ടുപിരിയുകയില്ല, ഞാൻ മരിക്കുന്നത് വരെ, ഞാൻ ജീവിക്കുന്ന കാലത്താണ്. മഹാൻ പറയാണ്, ഫഅതഖനി, ഉമ്മു സലമ ബീവി എന്നെ എന്ത് ചെയ്തു? മോചിപ്പിച്ചു. വസ്തറത്ത് അലിയ, എൻ്റെ മേൽ അവർ ഇപ്രകാരം നബി തങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സേവനം ചെയ്യണമെന്ന് ഷർത്ത് വയ്ക്കുകയും ചെയ്തു. റവാഹു അബൂ ദാവൂദ്, ഇബ്നു മാജ. വൻ അംർ ബിൻ ശുഐബ്, ബഹുമാനപ്പെട്ട അംർ ബിൻ ശുഐബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, അൻ അബീഹി, അദ്ദേഹം തൻ്റെ പിതാവിനെ തൊട്ട്, അൻ ജദ്ദിഹി, പിതാവ് തൻ്റെ പിതാവിനെ തൊട്ട്, അതായത് അംർ ബിൻ ശുഐബ് എന്നവരുടെ ഉപ്പാപ്പയെ തൊട്ട്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുക്കാത്തബു അബ്ദുൻ മാ ബഖിയ അലൈഹി മിൻ മുക്കാതബത്തിഹി ദിർഹം, ഒരു മോചനപത്രം എഴുതപ്പെട്ട അടിമ, അവൻ അടിമ തന്നെയാണ്. മാ ബഖിയ അലൈഹി, അവൻ്റെ മേൽ അവശേഷിക്കുന്ന കാലത്തോളം, മിൻ മുക്കാതബത്തിഹി, അവൻ്റെ അടിമത്ത മോചന കടത്തിൽ നിന്നും, ദിർഹമൻ, ഒരു ദിർഹമെങ്കിലും അവശേഷിക്കുന്നവരെയും മോചനപത്രം എഴുതപ്പെട്ട അടിമ തന്നെയാണ്. റവാഹു അബൂ ദാവൂദ്. വൻ ഉമ്മു സലമ ബിബിയുടെ റിപ്പോർട്ട്, കാലത്ത് ഉമ്മു സലമ ബിബി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദാ കാന ഇൻദ മുകാത്തബിൻ ഇഹ്ദാകുന്ന, നിങ്ങളൊരാൾ മോചനപത്രം എഴുതപ്പെട്ട അടിമയുടെ അടുക്കലാണെങ്കിൽ, നിങ്ങളൊരാളുടെ അടുക്കൽ വഫാവിന് വീട്ടാനുണ്ടെങ്കിൽ, ഫൽ തഹ്തജിബ് മിൻഹു, അവനിൽ നിന്നും എന്ത് ചെയ്തു കൊള്ളട്ടെ? അവൻ മറഞ്ഞിരുന്നു കൊള്ളട്ടെ, നിങ്ങളൊരാൾ മറഞ്ഞിരുന്നു കൊള്ളട്ടെ. തരവിതകൾ പറഞ്ഞത്, ഇദാ കാന ഇൻദ മുകാത്തബി ഇഹ്ദാകുന്ന,
നിങ്ങളിൽ ഒരാളുടെ മോചനപത്രം എഴുതപ്പെട്ട അടിമയുടെ അടുക്കൽ ഉണ്ടെങ്കിൽ വഫാവൻ വല്ലതും പൂർത്തിയാക്കി വീട്ടാനുണ്ടെങ്കിൽ കുദറത്തുൻ കഴിവുണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്. അലാ നുജൂമി കിതാബത്തിഹി ഫൽ തഹ്തജിബ്, അവൻ്റെ മോചനപത്രം എഴുതിയതിൻ്റെ ഘട്ടത്തിൽ അവൻ വീട്ടാനുള്ളതിൽ നിന്നും വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഫൽ തഹ്തജിബ് ഇഹ്ദാക്കുന്ന വഹിയ സയ്യിദത്തുഹു, അതായത് ആ അടിമയുടെ സയ്യിദത്തായ യജമാനത്തിയായിട്ടുള്ള നിങ്ങളൊരാൾ അവനിൽ നിന്ന് മറഞ്ഞിരുന്നു കൊള്ളട്ടെ. നൽ മുക്കാത്തബി ഫഇന്ന മിൽക്കഹു അലാ ഷറഫി സവാൽ വമാ ഖാറബ ശൈഅൻ യുഅതി ഹുക്മുഹു വൽമാന അന്നഹു ലാ യദ്ഖുലു അലൈഹ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആ മോചനപത്രം എഴുതപ്പെട്ട അടിമയാണെങ്കിൽ ആ അടിമ എന്ത് ചെയ്യാൻ പാടില്ല, യജമാനത്തിൻ്റെ അടുക്കൽ പ്രവേശിക്കരുത് എന്നാണ് അർത്ഥം. ഖാൽ ഖാദി ഹാദാ അംറു മഹ്മൂൻ അല തവർറുഇ വൽ ഇഹ്തിയാത്തി, സൂക്ഷ്മതരമുള്ളൊരു കൽപ്പനയാണ്. ലന്നഹു ബി സദദിഹി അൻ യഅതക ബിൽ ലദാഇ ലാ അന്നഹു യഅതക ബി മുജറദി അൻ യകൂന വാഹിദൻ ലിൻ നജ്മി വഇന്നഹു ലാ യഅതക മാലം യുഅദ്ദിൽ ജമീഅ ലിൽ ബൽ മുകാതബ അബദൻ മാ ബഖിയ അലൈഹി ദറമൻ വലഅല്ലഹു ഖസ്തബിഹി മനൽ മുകാത്തബി അൻ തഅഖീർ ലദാഇ ബാദ തമക്കുനീൻ, അതായത് കഴിവുണ്ടായിട്ടും, എന്നുവെച്ചാൽ ഒരു മോചനപത്രം എഴുതപ്പെട്ട അടിമയ്ക്ക് അത് വീട്ടാൻ കഴിവുണ്ടായിട്ടും അവൻ വീട്ടുന്നില്ല എങ്കിൽ അവൻ്റെ അടുക്കലേക്ക് യജമാനത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ അവനെ കാണുമ്പോൾ മുഖം തിരിച്ച് ഒളിഞ്ഞിരിക്കുകയോ ചെയ്യണം. എന്നുവെച്ചാൽ അവനത് വീട്ടാൻ അത് അവന് സഹായകമായി തീരും. അവന് തോന്നണം എൻ്റെ യജമാനത്തി എന്നിൽ നിന്ന് മറന്നു നിൽക്കുകയാണല്ലോ, ഞാൻ പൈസ കൊടുക്കാണ്ടായിട്ടാണല്ലോ, അപ്പോൾ അവൻ ആ പൈസ കൊടുക്കുമെന്ന്. യസ്തബീഹ ബിഹിൻ നദറു ഇല സയ്യിദത്തി ഖാല തുർശി ബിഹി ഖാല മുസ്ലിമ ലിനബഹാൽ മാദാ ബഖിയ അലൈക മിൻ കിതാബത്തി ഖാല അൽഫ് ദിർഹം ഖാലത്ത് ഫഹുമ ഇൻദക ഫഖാല നഅം, നിൻ്റെ അടുക്കലുണ്ടോ 2 ദിർഹം? ഖാലത്ത് ഇദ്ഫ മാ ബഖിയ അലൈക, നിൻ്റെ മേൽ അവശേഷിക്കുന്ന എനിക്ക് നൽകാനുള്ളത് നീ നൽകണം. വഅലൈക്കസ്സലാം സുമ്മ അൽഖത്ത് ദൂനഹു അൽ ഹിജാബ്, എന്നിട്ട് എന്ത് ചെയ്തു, മുസ്ലിം ബീവി അവരുടെ മുമ്പിൽ, ആ അടിമയുടെ മുമ്പിൽ ഇങ്ങനെ മറയും കൊണ്ട് താത്തിയിട്ടു. ഫബക്ക, അപ്പം അദ്ദേഹം കരഞ്ഞു. വഖാല ലഅഉതിഹി അബദ ഖാലത്ത് ഇന്നക വല്ലാഹി യാ ബുനയ്യ ലൻ തറാനി അബദ അന റസൂലുള്ളാഹി അഹദ ഇലൈന അന്നഹു ഇദാ കാന ലി അബദിൻ അടോ. ഇതാണ് പറഞ്ഞത്. ഓക്കെ. റവാഹു തിർമിദി, അബൂ ദാവൂദ്, ഇബ്നു മാജ. വൻ അംർ ബിൻ ശുഐബ് റളിയല്ലാഹു തആല അൻഹു അൻ അബീഹി അൻ ജദ്ദിഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു, മൻ കാതബ അബ്ദഹു അലാ മിഅത്തി ഉഖിയ ഫഅദ്ദാഹ ഇല്ലാ അശറത അവാഖ് ഔ ഖാല അശറത ദനാനിർ സുമ്മ അജസ ഫഹുവ റഖീഖ്. അതാണ് പറഞ്ഞത്. നിങ്ങളൊരാൾ എന്ത് ചെയ്തു, നിങ്ങളൊരാളോട് ഒരടിമ മോചനപത്രം എഴുതി. മൻ കാത്തബ അബ്ദഹു, അവൻ്റെ അടിമയുമായി അവൻ മോചനപത്രം എഴുതി. എന്തിനാണ്? അലാ മിഅത്തി ഊഖിയ, 100 ഊഖിയുടെ മേൽ. ഫദ്ദാഹ, എന്നിട്ട് ആ ഊഖിയകളെ അയാൾ വീട്ടി, അടിമ വീട്ടി. ഇല്ല അശറത്ത് അവാക്കൻ, 10 ഊഖിയ ഒഴികെ 90 വീട്ടി. എന്നാൽ ഔക്കാലി തങ്ങൾ പറഞ്ഞത് അശറത്ത് ദിനാറിയെന്ന 100 ദീനാറിന് മോചനപത്രം എഴുതി, എന്നിട്ട് 10 ദീനാറ് ഒഴികെ ബാക്കിയെല്ലാം വീട്ടി. സുമ്മ അജസ, പിന്നീട് അവൻ എന്ത് ചെയ്തു, അവൻ അശക്തനായത്, വീട്ടാൻ പറ്റാതെ വന്നതിനാൽ ഫഹുവ റഖീഖുൻ, അവൻ അടിമയാണ്. പൂർണ്ണമായിട്ടും മോചനപത്രം എഴുതപ്പെട്ട തുക മുഴുവൻ കൊടുത്തെങ്കിൽ മാത്രമേ അടിമത്തത്തിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ. റവാഹു തിർമിദി, അബൂ ദാവൂദ്, ഇബ്നു മാജ. വൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു, ഇദാ അസാബൽ മുകാതബ ഹദ്ദൻ ഔ മീറാസൻ വരിസ ബിഹിസാബി മാ ഉതിഖ മിൻഹു. ഒരാൾക്ക് ഒരു മോചനപത്രം എഴുതപ്പെട്ട അടിമയ്ക്കെത്തി, ഹദ്ദൻ, ഒരു ഹദ്ദിനെ അവൻ എത്തിച്ചു. അതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഹദ്ദടിക്കേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രായശ്ചിത്തം കൊടുക്കേണ്ട ഒരു ആവശ്യം, അല്ലെങ്കിൽ എന്ത് ചെയ്തു, അവന് വല്ല മീറാസും അനന്തരാവകാശവും എത്തി. വറസ, എന്നാൽ ബിഹിസാബിമാ ഒത്തിക്കമെന്നു, ഏതൊന്നാണ് അവൻ ഇത്തക്ക് ചെല്ലപ്പെട്ടത്, എത്ര പണത്തിനാണോ അവൻ ഇത്തക്ക് മോചനപത്രം എഴുതിയത്, എന്നാൽ ആ പണം കഴിച്ചുള്ളതിനെ അവൻ എന്താവുകയുള്ളൂ, അവകാശമുണ്ടാവുകയുള്ളൂ എന്നർത്ഥം. റവാഹു അബൂ ദാവൂദ്, തിർമിദി. വഫി റിവായത്തിൽ ലഹു ഖാല യുഅദ്ദിൽ മുകാതിബ ബിഹിസ്സത്തി മാ അദ്ദാ ദിയത ഹുർരിൻ, ഒരു അടിമയുടെ ദ്രവ്യത്തിൻ്റെ, ഒരു ദിയത്തിൻ്റെ, പ്രായച്ചിത്തത്തിൻ്റെ ആ ഭാഗം കൊണ്ട് എന്ത് ചെയ്യണം, മോചനപത്രം എഴുതപ്പെട്ടവൻ വീട്ടേണ്ടതാണ്. വമാ ബഖിയ ദിയത അബ്ദിൻ, അതുപോലെ ഒരു അടിമയുടെ മോചന
ദ്രവ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു അടിമയുടെ പ്രായച്ചത്തിൽ നിന്നും അവശേഷിക്കുന്നതും വീട്ടേണ്ടതാണ്. ഇതിനെ ഈ ഹദീസ് ലഈഫാക്കിയിട്ടുണ്ട്. ആരെ? തിർമിദി ഇമാം ലഈഫാന്ന് പറഞ്ഞിട്ടുണ്ട്. وما بقي ويعطي بصدق ما بقي عليه أي أعطى الدية أنتصب دية حرة مفعولا به. ഓക്കെ. ضعفه ഇമാം തിർമിദി ഹദീസിനെ ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുദനിൽ അന്നൽ മുക്കാത്തബ, ഒരു മുക്കാത്തബ് യുഅതബ് ഖദ്രി മാ യുഅദ്ദീഹി മിനൽ നജ്മീൻ, അവൻ്റെ പല തവണത്തെ, അതായത് തവണ വ്യവസ്ഥയിൽ അവൻ എത്രയാണോ അവൻ വീട്ടിയത് ആ വീട്ടിയ കഥനനുസരിച്ച് അവൻ എന്താവുകയുള്ളൂ, മോചനമാവുകയുള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ടും വീട്ടുന്നവരെ അവൻ പൂർണ്ണമായിട്ടും അടിമത്ത മോചനം കിട്ടുകയില്ല. അതാണ് പറഞ്ഞത് ഹദീസിൻ്റെ ആശയം. അൽഫദുൽ സാലിസ് മൂന്നാമത്തെ വസ്വല അൻ അബ്ദുറഹ്മാൻ ബിൻ അബി ഉംറത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന ഉമ്മഹു, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മാതാവ് അറാദത്ത് അൻ തഅതിഖ, ആ അടിമ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഒരു അടിമയെ മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചു. ഫഖറജ ഫഅഖറത ദാലിക ഇലാ അൻ തുസ്ബിഹ, പ്രഭാതമാകുന്നത് വരെയും അവരത് പിന്തിക്കുകയും ചെയ്തു. ഫമാതത്ത്, അപ്പോൾ അവരെന്ത് ചെയ്തു, മരിച്ചു. ഖാല അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എന്നൊരു പറഞ്ഞു. പിന്നെ എന്താണ് അബ്ദുറഹ്മാൻ എന്നൊരു പറഞ്ഞത്? അങ്ങനെ എന്ത് ചെയ്തു? ഇലാൻ ഫമാത ഖലബ്ദുറഹ്മാൻ ഫഖുൽതു ലിൽ ഖാസിബിൻ മുഹമ്മദ്, അപ്പോൾ ഞാൻ ഖാസിബിൻ മുഹമ്മദ് എന്നിവരോട് ചോദിച്ചു, അയൻഫഉഹ അൻ അഅതക അന്ന, അപ്പോൾ അവരെ തൊട്ട് ഞാൻ ഇത്തക്ക് ചെല്ലിയാൽ അവർക്ക് പ്രയോജനം കിട്ടുമോ? ഫഖാൽ ഖാസിമോ, ഖാസിം എന്നവർ പറഞ്ഞു, അതാ സഅദ് ബിൻ ഉബാദ, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു ചെന്നു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഫഖാൽ, അതിൽ ചോദിച്ചു, ഇന്ന ഉമ്മി ഹലക്കത്ത്, എൻ്റെ ഉമ്മ മരിച്ചുപോയി. ഫൽ യൻഫഉഹ അൻ അഅതക അന്ന, അപ്പോൾ എൻ്റെ ഉമ്മയെ തൊട്ട് ഞാനൊരു അടിമയെ മോചിപ്പിച്ചാൽ എൻ്റെ ഉമ്മയ്ക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചു. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം, അതേ കിട്ടുമെന്ന് പറഞ്ഞു. റവാഹു അബൂ ദാവൂദ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മ സുബഹിക്ക് ശേഷം ഇത്തക്ക് ചെല്ലാമെന്ന് വിചാരിച്ചു, പക്ഷേ രാത്രി തന്നെ അവർ മരിച്ചു പോയല്ലോ. അപ്പോൾ ആ ഉമ്മയെ തൊട്ട് നിങ്ങൾ ഇത്തക്ക് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മയ്ക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും, നിങ്ങൾക്കും അതിൻ്റെ അംശം കിട്ടും എന്ന് പറഞ്ഞു കൊടുത്തു അബുൽ ഖാസിം എന്നവർ. റവാഹു. അപ്പോൾ ഈ സംഭവം വിവരിച്ചിട്ടാണ്, ഈ സംഭവം ആരെ കിട്ടുമോ എന്ന് ഫത്വ ചോദിച്ചപ്പോൾ ഈ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഖാസിം എന്നവർ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹുവിന് ഇതുപോലെ സമാനമായിട്ട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് മരണപ്പെട്ടുപോയ മാതാവിന് വേണ്ടിയിട്ട് അങ്ങനെ ഇത്തൊക്കെ ചെല്ലിയാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഖാസിം എന്നവർ. ഇനി 3404 ഹദീസ്, വൻ യഹീബിൻ സഈദ് റളിയല്ലാഹു തആല അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, തുവഫി അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകനായ അബ്ദുറഹ്മാൻ എന്നൊരു വഫാത്തായി. ഫീ നൗമിൻ നാമഹൂന്ന്, ആ ഉറക്കത്തിൽ. ഇപ്പോഴും സർവ്വസാധാരണമായിട്ട് ഉറക്കത്തിൽ മരിക്കുന്ന ഒരു അവസ്ഥ. രാത്രി ഉറങ്ങാൻ കിടക്കും, പിന്നീട് എന്താവില്ല, രാവിലെ ഉണരുകയില്ല. അള്ളാഹു നമുക്ക് അത്തരത്തിലുള്ളൊരവസ്ഥ വരുത്താതിരിക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ അള്ളാഹിൻ്റെ വിധി ഉണ്ടെങ്കിൽ നടക്കും. പക്ഷേ നമുക്ക് അള്ളാഹുവിനോട് ദുആ ഇറക്കാം, നമ്മുടെ ആയുസ്സ് ദീർഘിപ്പിക്കാനും അതേപോലെ തന്നെ ഉറക്കത്തിൽ കിടന്ന് മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനൊക്കെ. പകരം അള്ളാഹ് വിധിച്ചിട്ട് വരും. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ മരിച്ചു എന്ന് കരുതി കുറ്റമൊന്നുമില്ല, പ്രതിഫലമുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ചില ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞും ഒരല്പം വെള്ളം കുടിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലിയും, അതുകൊണ്ടാണ് ഈ കിടക്കുന്ന സമയത്ത് ദിക്ർ തസ്ബീഹുകളൊക്കെ ചൊല്ലിയിട്ട് വേണം കിടക്കാൻ. പിന്നെ ആ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ലല്ലോ. അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സ് നൽകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കാം. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അബീ ബക്കർ എന്നവർ എന്ത് ചെയ്തു? വഫാത്തായി. ഫീ നൗമിഹി നാമ, അദ്ദേഹം ഫീ നൗമിൻ നാമഹു, ഉറങ്ങിയതായിരിക്കുന്നവർ ഉറക്കത്തിൽ. ഫഅതഖത അന്നു ആയിഷ ഉഖ്തുഹു, അപ്പോൾ അബ്ദുറഹ്മാൻ എന്നവരുടെ സഹോദരിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇത്തഖ ചൊല്ലി റിഖാബൻ കസീറത്തൻ, ധാരാളം അടിമകളെ മോചിപ്പിച്ചു. റവാഹു മാലിക് എന്ന് വെച്ചാൽ മരണപ്പെട്ടവർക്ക് പോയവർക്ക് വേണ്ടിയിട്ട്
പ്രതിഫലങ്ങൾ നന്മകൾ ചെയ്താൽ വലിയ പുണ്യമാണ്. പ്രത്യേകിച്ച് അടിമത്ത മോചനം വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ആയിഷ ഉമ്മ അങ്ങനെ ചെയ്തത്. അടുത്ത ഹദീസ് വാൻ അബ്ദുല്ലാഹിബിന് ഉമർ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായ റിപ്പോർട്ട്, റളിയല്ലാഹു അൻഹുമായ റിപ്പോർട്ട്, കാല അദ്ദേഹം പറഞ്ഞു, കാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മനിസ്തറ അബ്ദൻ, ഒരു അടിമയെ ഒരാൾ വാങ്ങി, എന്നാൽ ഫലം യഷ്തരിത്ത് മാലഹു, അവൻ്റെ ധനത്തെ അയാൾ നിബന്ധന വെച്ചില്ല, എന്നാൽ ഫലാശൈലഹു, അവർ യാതൊരു വസ്തുവുമില്ല. ഇപ്പോൾ ഒരാൾ ഒരു അടിമയെ വാങ്ങി, പക്ഷേ അടിമയുടെ കൂടെ ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു ആ അടിമ സമ്പാദിച്ചത്. എന്നാൽ അയാൾക്കത് കിട്ടണമെങ്കിൽ അടിമയെ മാത്രം വാങ്ങിയാൽ പോരാ, അടിമയുടെ ധനവും, അടിമയെ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയാൽ കിട്ടുള്ളൂ. അടിമയെ മാത്രം വാങ്ങിയാൽ അടിമയുടെ ധനത്തിന് അയാൾക്ക് അവകാശമില്ല എന്നർത്ഥം. റവാഹു ദാരിമി, ഇമാം ദാരിമി ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഇൻഷാ അള്ളാഹ് രണ്ടാമത്തെ ക്ലിപ്പാണിത്. ഈ 2 ക്ലിപ്പ് കൂടി നിങ്ങൾ കേൾക്കുക. ബാക്കി കിതാബുൽ ഐമാൻ വൻ നുദൂർ, സത്യം ചെയ്യുന്നതിനെക്കുറിച്ചും നേർച്ചയെക്കുറിച്ചുള്ള ബാബുകളാണ് ഇനി വരുന്നത്. ബാക്കി ആ ബാബുകളൊക്കെ അടുത്ത ക്ലാസ്സിലെടുക്കാം. വാഹിർ ദഅവതി അനിൽ ഹംദുലില്ലാഹ്.